വെജിറ്റേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് ഉപയോഗിക്കാണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഗ്രാഫ്റ്റിങ്ങിന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മൾ സാധാ കുരു മുളപ്പിച്ചിട്ടുണ്ടാവുന്നതാണെങ്കിൽ ഒരു 4-5 വർഷമൊക്കെ എടുക്കും അതിൽ ഫ്രൂട്ട് ഉണ്ടാവണമെങ്കിൽ. പക്ഷെ നമ്മളിങ്ങനെ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 വർഷത്തിലൊക്കെ, ഇപ്പം മാംഗോ ഒക്കെ ആണെങ്കിൽ 3 വർഷത്തിലൊക്കെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ നമ്മൾ 1 വർഷം പ്രായമുള്ള റൂട്ട് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. റൂട്ട് സ്റ്റോക്കിൽ ഒരു കട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഇതുപോലെ സയൻ എടുക്കുക. സയൻ എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവരും ഏതെങ്കിലും നല്ല ഗ്രോത്ത്, അതായത് ഇപ്പം നല്ല ഫ്രൂട്ടിംഗ് ഒക്കെ ഉള്ള ഒരു മാവ് എവിടെയെങ്കിലും കണ്ടെന്ന് വിചാരിക്കും. അപ്പം അതിൽ നിന്നൊക്കെ നമ്മളൊരു പെൻസിൽ തിക്നെസ് ഉള്ള സയോൺ കളക്ട് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ഈ നമ്മൾ ഓൾറെഡി ഉള്ള മറ്റേ അണ്ടി മുളപ്പിച്ചുണ്ടായ പ്ലാന്റ് ഉണ്ടാവില്ലേ, അതിൽ വെച്ചിട്ട് നമ്മൾ മറ്റേ സിപ്പപ്പ് കവർ വെച്ചിട്ട് കെട്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ അത് സക്സസ് ആവുമ്പോൾ നമുക്ക് ആ കവർ അഴിച്ചു കളയാം. ബഡിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ റോസിലേക്കാണ് കൂടുതൽ ബഡിങ് ഒക്കെ വെച്ച്, പിന്നെ ജാക്കിൽ ബഡിങ് ചെയ്യും. നമ്മളെ ഫ്രൂട്ട് പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ, അതായത് ഇതുപോലെ നല്ല ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ഉണ്ടാവും, നല്ല ഫ്രൂട്ട് തരുന്ന ഒരു പ്ലാന്റ് ഉണ്ടാവും. അതിലിങ്ങനെ ബഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ജാക്കിൽ നമുക്ക് നോക്കിയാൽ കാണാം, ചെറിയ ബഡുകൾ കാണാൻ പറ്റും. ആ ബഡ് നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ പലതരത്തിലുള്ള ബഡുകളുണ്ട്. ഇപ്പൊ പാച്ച് ബഡ് ആണെങ്കിൽ നമ്മളൊരു പാച്ച് ഷേപ്പിൽ ആ ബഡ് എടുത്തു കൊടുത്തിട്ട് അതേപോലെ നമ്മൾ റൂട്ട് സ്റ്റോക്കിന്റെ അവിടെ അതേപോലെ ആ മുറിവ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ ബഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സെയിം ഇതുപോലെ ആ സിപ്പപ്പ് ഒരു കവർ ഉണ്ട്, പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ട് ഫുള്ള് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ആ ബഡ് അടക്കം മൂടണം. എന്ന് വെച്ചാൽ അതിലേക്ക് വെള്ളം വരാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും ബഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ഒരു കട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പുതിയ പാത്തോജൻ വന്നിട്ട് അതിന് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഫുള്ള് കവർ ചെയ്യണം. നനയ്ക്കുമ്പോഴും അധികം നനവ് അതിൻ്റെ ഉള്ളിലേക്ക് വരരുത്. പിന്നെ ഏകദേശം 1 മാസമൊക്കെ കഴിയുമ്പോഴേക്കും പുതിയ പ്ലാന്റ് അതിൽ നിന്ന് വന്നു. വളർന്നു വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിന് വളർന്നു വരാനായിട്ട് എളുപ്പമായിരിക്കും. അതിന്റെ സൈഡിൽ നിന്ന് റൂട്ട് നിങ്ങൾ കണ്ടോ, ആ പോസ്റ്റിലൊക്കെ റൂട്ട് കണ്ടോ, അതൊക്കെ ആ പ്ലാന്റിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള റൂട്ട്സാണ്. അപ്പൊ ആ റൂട്ട്സ് വെച്ചിട്ട് അത് ആ പോസ്റ്റിലേക്ക് വളർന്നിട്ട് അങ്ങനെയാണ്. ഇത് ഏകദേശം 1 ഇയർ കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും കിട്ടും. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫ്ലവറിന്റെ കളർ വൈറ്റ് ആയിരിക്കും. പിന്നെ ചില വെറൈറ്റീസിൽ മാത്രം പിങ്ക് കണ്ടിട്ടുണ്ടോ, ഫ്ലവർ പിങ്ക് കളറിൽ കാണാൻ പറ്റും. പിങ്ക് കളർ നല്ല കുറവാണ്, വൈറ്റ് ആണ് കൂടുതൽ കോമൺ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അത് രാത്രിയാണ് ഫ്ലവറിങ്. പിന്നെ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് 1 മന്ത് ആകുമ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട് സെറ്റായി ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യാനും. ഹാർവെസ്റ്റ് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് ആവും. ഒരു പിങ്ക്, ഒരു ഡാർക്ക് പർപ്പിളിഷ് കളറിലേക്ക് മാറും. ഓക്കെ, പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇപ്പൊ നല്ല മഴക്കാലത്താണ് ഫ്രൂട്ട് ഉണ്ടായെന്ന് വിചാരിക്കും. അപ്പൊ ആ മഴയുടെ കൂടെ അതിന്റെ ഷുഗർ കണ്ടന്റ് ഇറങ്ങിപ്പോകും. നിങ്ങൾ കഴിച്ച എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടിനും നല്ല മധുരം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ചിലതിന് നല്ല മധുരം ഉണ്ടാവും, ചിലതിന് മധുരം കുറവായിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രൂട്ടിങ് റെയിനി സീസണിന്റെ ടൈമിൽ വന്നിട്ട് കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്വീറ്റ് കണ്ടന്റ് കുറയും. ഏത് കളറൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലഷ് കളർ കണ്ടിട്ടുണ്ട്? വൈറ്റ്, പിന്നെ പുറമേയുള്ള കളറോ? യെല്ലോയുടെ ഉള്ളിലത്തെ ഫ്ലഷ് കളർ വൈറ്റ് ആയിരിക്കും. അതിന്റെ ഉള്ളിൽ സീഡ് കണ്ടിട്ടില്ലേ? സീഡ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പക്ഷെ ഈ ജെർമിനേഷൻ എന്താണെന്നറിയില്ലേ? സീഡ് മുളയ്ക്കുന്നതിനെ പറയുന്ന ടേമാണ് ജെർമിനേഷൻ. ഓക്കെ, അപ്പൊ ഈ ജെർമിനേഷൻ പെർസെന്റേജ് കുറവാ. അതുകൊണ്ട് നമ്മൾ ഈ സീഡ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടല്ല ഇത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? കട്ടിങ്സ് എടുത്തിട്ടാണ്. ഓക്കെ, ഇതിന്റെ ഓരോ കട്ടിങ്സ് എടുത്തിട്ടാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്.